ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് SSLCക്കാരുടെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള ആ ഒരു അധ്യായമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതുമായ ഒരു ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ ഈ ഒരു അധ്യായത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളും അതുപോലെ തന്നെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം, ഒന്നും ചെയ്ത് പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. നിങ്ങൾക്ക് എക്സാം എഴുതാൻ നന്നായിട്ട് പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് വെതർ. അപ്പോൾ എന്താണ് വെതർ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് വെതർ? വെതർ ഈസ് എ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഓഫ് എ പ്ലേസ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു സ്ഥലത്ത് ചുരുങ്ങിയ സമയത്തേക്ക് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് വെതർ അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന് പറയുന്നത്. മനസ്സിലായോ? എക്സാമ്പിൾ ഏതാണ്? ടെമ്പറേച്ചർ, റെയിൻ, വിൻഡ്, ഹ്യൂമിഡിറ്റി, ക്ലൗഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വെതറിന് ഉദാഹരണങ്ങളാണ്. ഈ ടെമ്പറേച്ചറും ഒക്കെ എപ്പോഴും നിലനിൽക്കുന്നതാണോ? പെർമനൻ്റ് ആണോ? അല്ല, ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനെയാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത്. ചാപ്റ്ററിൽ അടുത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഓഫ് വെതർ ആണ്. കാലാവസ്ഥയുടെ ഘടകങ്ങൾ എന്താണ്, ഏതൊക്കെയാണ് കാലാവസ്ഥയുടെ ഭാഗമായി വരുന്നത്? എലമെൻറ്റ്സ് ഓഫ് വെതറിൽ ഇവിടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് അനുഭവപ്പെടുന്ന ചൂടോ തണുപ്പോ അതിൻ്റെ സൂചിപ്പിക്കുന്നതാണ് ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ എന്തായിരിക്കും, ഭയങ്കര ചൂട് കൂടുതലായിരിക്കും, ചിലപ്പോൾ ചൂട് കുറവായിരിക്കും. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ആ താപോർജ്ജമാണ് ഭൂമിയിലെ താപനിലയെ നിയന്ത്രിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഉച്ച സമയത്ത് എന്തായിരിക്കും, ഭയങ്കര ചൂടുമായിരിക്കും, എന്നാൽ രാത്രിയിൽ എന്തായിരിക്കും, ചൂട് കുറവായിരിക്കും. കാര്യമെന്ന് പറയുന്നത് പ്രഷറാണ്. അതായത് ഭൂമിയുടെ മേൽ വായു ചെലുത്തുന്ന സമ്മർദ്ദമാണ് എന്തെന്ന് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ മർദ്ദം കൂടിയ പ്രദേശത്തു നിന്നും കുറഞ്ഞ പ്രദേശത്തേക്ക് കാറ്റ് പെട്ടെന്ന് വീശുവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ താപനിലയിലുള്ള വ്യത്യാസം കാരണം മർദ്ദവ്യത്യാസം അനുഭവപ്പെടുന്നു. മർദ്ദത്തിൽ മാറ്റമുണ്ടാകും, കൂടുതൽ കുറവ് എന്നുള്ള രീതിയിൽ അനുഭവപ്പെടും. അങ്ങനെയാണ് ഈ മർദ്ദം കൂടിയ സ്ഥലത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തേക്കാണ് പെട്ടെന്ന് കാറ്റ് വീശാൻ സാധ്യതയുള്ളത്. അടുത്ത എലമെൻറ്റ്സ് ഓഫ് വെതർ എന്ന് പറയുന്നത് കാറ്റാണ്. അപ്പോൾ മർദ്ദവ്യത്യാസം അനുസരിച്ച് വായു ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, കാറ്റ് എന്ന് പറയുന്നത്. കാറ്റ് കാലാവസ്ഥയെ മാറ്റുന്നതിൽ ഒരു പ്രധാന ഘടകമായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി അടുത്തത് ഹ്യൂമിഡിറ്റിയാണ്, ഈർപ്പം. വായുവിലുള്ള ജലബാഷ്പത്തിൻ്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈർപ്പം എന്ന് പറയുന്നത്, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തീരപ്രദേശങ്ങളിലൊക്കെയുള്ള വായു എന്തായിരിക്കും, വളരെ ഈർപ്പം കൂടുതലുള്ള വായു ആയിരിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ആ കടൽ തീരപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് തണുത്ത കാറ്റ് അനുഭവപ്പെടുന്നത്. അടുത്തത് പ്രസിപ്പിറ്റേഷനാണ്. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിലേക്ക് മേഘങ്ങളിൽ നിന്ന് ജലം എത്തുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ഈ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. മഴയായിട്ടാകാം, മഞ്ഞായിട്ടാകാം, ആലിപ്പഴമായിട്ടാകാം, എന്ത് രീതിയിൽ വേണമെങ്കിലും ആകാം. കാര്യങ്ങളെല്ലാം എന്താണ്, നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇമ്പോർട്ടൻസ് ഓഫ് വെതർ സ്റ്റഡീസാണ്. അപ്പോൾ ഈ വെതർ സ്റ്റഡീസിൻ്റെ പ്രാധാന്യം എന്താണ്? അതെ, കാലാവസ്ഥ പഠനം പല രീതികളിലും പ്രധാനപ്പെട്ടത് തന്നെയാണ് അല്ലേ. ഇപ്പോൾ കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും മത്സ്യബന്ധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും യാത്ര, ഗതാഗതം എന്നീ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിലും ടൂറിസത്തെ സംബന്ധിച്ചിട്ടാണെങ്കിലും ദുരന്ത മുന്നറിയിപ്പിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒക്കെ കാലാവസ്ഥ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. TV-യിലും റേഡിയോയിലുമൊക്കെ ഈ വെതർ മുന്നറിയിപ്പ് കൊടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ഇന്ന് വലിയ കാറ്റും ഇതും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്നവർ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു മുന്നറിയിപ്പുകളൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? കാലാവസ്ഥ പഠനം നടത്തുന്നതുകൊണ്ട് തന്നെയാണ് അല്ലേ. കാലാവസ്ഥാ പ്രവചനങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ കിട്ടുന്നത് നിങ്ങൾക്കറിയാമോ? ഇതാണ് ഈ കാലാവസ്ഥാ പ്രവചനങ്ങളും മുന്നറിയിപ്പുകളൊക്കെ കിട്ടുന്നത് എന്നാണ് ഇന്ത്യൻ മെറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. ഇതിനെ MD എന്നറിയപ്പെടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ കാലാവസ്ഥാ പ്രവചനത്തിനും അതുപോലെ തന്നെ മുന്നറിയിപ്പുകൾക്കുമൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്, ഇന്ത്യൻ മെറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻസലേഷൻ. അതായത് സൗരവികിരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സൗരവികിരണം അതായത് സോളാർ എനർജി റിസീവ്ഡ് ബൈ ദ എർത്ത് ഈസ് കോൾഡ് ഇൻസലേഷൻ. സൂര്യനിൽ നിന്ന് ഭൂമി സ്വീകരിക്കുന്ന ഊർജ്ജത്തെ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ലഭിക്കുന്ന ഊർജ്ജത്തെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻസലേഷൻ അല്ലെങ്കിൽ സൗരവികിരണം എന്ന് പറയുന്നത്. ഈ സൗരവികിരണം എന്ന് പറയുന്നത് ഭൂമിയിലെ കാലാവസ്ഥ മാറ്റങ്ങൾ, താപനില എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണിത്. എല്ലാ സ്ഥലത്തും ഇൻസുലേഷൻ ഒരുപോലെ ആയിരിക്കുമോ? ഇല്ല. അതിന് ലാറ്റിറ്റ്യൂഡ്, അതുപോലെ വെതർ, ക്ലൗഡ് കവർ
ഉള്ള ഘടകങ്ങളെ ആശ്രയിച്ച് ഓരോ സ്ഥലത്തും വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ ക്ലൗഡ് കവർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് എത്രത്തോളം മേഘാവൃതമായിരിക്കുന്നു, പ്രദേശം എത്രത്തോളം മേഘം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു എന്നതിനെയാണ് ഈ മേഘാവരണം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കവർ എന്ന് പറയും അല്ലേ. അപ്പോൾ ഒത്തിരി മേഘങ്ങളാൽ മൂടപ്പെട്ട ഒരവസ്ഥയെ പറയുന്ന ഹെവി ക്ലൗഡ് കവർ എന്നും മേഘങ്ങൾ മാത്രമുള്ള അവസ്ഥയെ ലൈറ്റ് ക്ലൗഡ് കവർ എന്നും പറയുന്നു. വെതറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ക്ലൈമറ്റ് എന്താണെന്ന് നമുക്കറിയണ്ടേ. ക്ലൈമറ്റ് ഈസ് ദ ആവറേജ് വെതർ കണ്ടീഷൻ ഓഫ് എ പ്ലേസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആൻഡ് ഓവർ എ ലാർജ് ഏരിയ എന്നത് ഒരു വലിയ പ്രദേശത്ത് ദീർഘകാലം അനുഭവപ്പെടുന്ന ശരാശരി കാലാവസ്ഥയെ ക്ലൈമറ്റ് എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? ടു അണ്ടർസ്റ്റാൻഡ് ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ്, സയൻറ്റിസ്റ്റ് സ്റ്റഡി ദ വെതർ കണ്ടീഷൻസ് സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി ആൻഡ് റെയിൻഫോൾ അബൌട്ട് 35 to 40 ഇയേഴ്സ്. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ ക്ലൈമറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സയൻറ്റിസ്റ്റ് അവിടുത്തെ ആ ഒരു കാലാവസ്ഥയെ, അതായത് ആ സ്ഥലത്തിലെ ടെമ്പറേച്ചർ, താപനില, പ്രഷർ, മർദ്ദം, കാറ്റ്, വിൻഡ്, ഹ്യൂമിഡിറ്റി അതായത് ആ അന്തരീക്ഷത്തിലെ ഈർപ്പം, അതുപോലെ തന്നെ റെയിൻഫാൾ, മഴയുടെ ലഭ്യത എന്നിവയെക്കുറിച്ച് ഏകദേശം 35 മുതൽ 40 വർഷം വരെ പഠിച്ചുകൊണ്ടാണ് അവർ ആ ഒരു പ്രദേശത്തിൻ്റെ ക്ലൈമറ്റിക് കണ്ടീഷൻ നിശ്ചയിക്കുന്നത്. ജീവജാലങ്ങളെ വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഡൈനോസേഴ്സിനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് തുടച്ച് നീക്കപ്പെട്ടത് തന്നെ ഒരു ക്ലൈമറ്റിലുണ്ടായി പെട്ടെന്നുണ്ടായ ചേഞ്ചസ് മൂലമാണ്. നിലനിൽക്കുന്ന ജീവജാലങ്ങളുടെ നിലനിൽപ്പും അതുപോലെ തന്നെ അവിടെ ഏത് തരത്തിലുള്ള രീതിയാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ ആ ഒരു പ്രദേശത്തിൻ്റെ ക്ലൈമറ്റിനെ ആശ്രയിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രദേശത്തെ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഫ്ലോറ ആൻഡ് ഫ്യൂണ എന്ന് പറയും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഹ്യൂമൻ ലൈഫ് ആൻഡ് ഹെൽത്ത്, മനുഷ്യൻ്റെ ജീവിത രീതിയും അതുപോലെ തന്നെ അവിടുത്തെ ഹെൽത്തും ഒക്കെ അവിടുത്തെ ക്ലൈമറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ് ആൻഡ് ഡ്രസ്സിങ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ, അവരുടെ ഭക്ഷണ രീതികളും ആ പ്രദേശത്തിലെ ആൾക്കാരുടെ ഡ്രസ്സിങ് സ്റ്റൈലും ഒക്കെ അവിടുത്തെ ക്ലൈമറ്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് പാറ്റേൺ, അവരുടെ വാസസ്ഥലങ്ങൾ അതെങ്ങനെയാണ് ആ ഒരു സ്ഥലത്തിൻ്റെ ക്ലൈമറ്റിനെ ആശ്രയിച്ചിട്ടാണ് വേർ പീപ്പിൾ ലീവ്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ക്ലൈമറ്റിനനുസരിച്ചിട്ടാണ് അവർ വാസസ്ഥലങ്ങളൊക്കെ നിർമ്മിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ അവരുടെ മീൻപിടുത്തം, കൃഷി പോലെയുള്ള തൊഴിലുകളൊക്കെ ചെയ്യുന്നതും അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ച് യോജിച്ചിട്ടുള്ള രീതിയിലുള്ള കൃഷി കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. Climate also influenced the early sea voyages, transport and communication system in human history. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചരിത്രത്തിൽ തന്നെ സമുദ്രയാത്രകൾ, ഗതാഗതം, ആശയവിനിമയ സംവിധാനം ഇവയൊക്കെ വികസിച്ചത് ഈ കാലാവസ്ഥയുടെ ബേസിസിലാണ്. നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തണുപ്പുള്ള പ്രദേശത്താണ് താമസിക്കുന്നതെങ്കിൽ രീതികൾ, അത് തണുപ്പ് നിറഞ്ഞ പ്രദേശത്ത് സർവൈവ് ചെയ്യുന്ന രീതിയിലുള്ള ക്രോപ്സ് ആയിരിക്കും അവിടെ വളരുന്നത്. അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും? വൂളൻ ഡ്രസ്സുകളായിരിക്കും അല്ലേ. നമ്മുടെ ധ്രുവ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന വസതികൾ എന്ന് പറയുന്നത് ഇഗ്ലൂ പോലെയുള്ള ഹൗസുകളാണ് അല്ലേ. നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അതിൻ്റെ പിക്ചേഴ്സൊക്കെ. അതുപോലെ വേനൽ, അതായത് മരുഭൂമി പോലെയുള്ള പ്രദേശങ്ങളിൽ അതിനനുസരിച്ചിട്ടുള്ള മണൽക്കാറ്റുകളെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാസസ്ഥലങ്ങളും അവരുടെ ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും അതുപോലത്തെ കോട്ടൺ ഡ്രസ്സുകളും ഒക്കെ ആയിരിക്കും ചൂടുള്ള സ്ഥലങ്ങളിൽ ധരിക്കുന്നത്. ത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളെക്കുറിച്ച് നമുക്ക് പഠിച്ചാൽ തന്നെ ഈ കപ്പൽ യാത്രകളൊന്നും വലിയ വിജയകരമായിരുന്നില്ല. പല യൂറോപ്യൻസും ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചുവെങ്കിലും അവർക്കൊരിക്കലും ഇന്ത്യയിൽ എത്താൻ പറ്റിയിരുന്നില്ല. പക്ഷേ എന്നാൽ കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തിലുള്ള പുരോഗതി കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് യാത്ര ചെയ്യുവാനും അതിൻ്റെ മുന്നറിയിപ്പുകളെ ഗൗരവമായി എടുത്തുകൊണ്ട് അതിനനുസരിച്ച് യാത്ര ചെയ്യുവാനൊക്കെ ഈ നാവികരെ സഹായിച്ചിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് പറയാൻ പോകുന്നത്. ഇൻസുലേഷനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, സൂര്യവികിരണത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ. സൂര്യൻ്റെ രശ്മികൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻസുലേഷൻ എന്ന് പറയുന്നത്, സൂര്യവികിരണം എന്ന് പറയുന്നത് അല്ലേ. മൂലം ഭൂമിയുടെ ഉപരിതലം ചൂടാകുകയും ഈ ചൂടായിട്ടുള്ള ആ ഒരു വായു വിവിധ രീതിയിലുള്ള പ്രോസസ്സ് മൂലമാണ് അത് തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പോകുന്നത്. പല രീതിയിലുള്ള പ്രോസസ്സിലൂടെയാണ് ഈ ഒരു ചൂടുള്ള ആ വായു തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് ചെല്ലുന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിട്ടും ഒരു 4 കാര്യങ്ങളാണ്, പ്രോസസ്സുകളാണ്. വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ പ്രോസസ് ഓഫ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ പറയാൻ പോകുന്നത് ആ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ആ പ്രോസസ്സ് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 4 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, 2 കൺവെക്ഷൻ, 3 അഡ്വെക്ഷൻ, 4 റേഡിയേഷൻ. ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ. കണ്ടക്ഷൻ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ കോണ്ടാക്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താഴെയുള്ള, അതായത് അന്തരീക്ഷത്തിന് താഴെയുള്ള വായുവിലേക്ക് ചൂട് പകരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കണ്ടക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൺവെക്ഷൻ ആണ്. എന്താണ്? ഹോട്ട് എയർ റൈസസ് അപ്വേർഡ്. അതായത് ചൂടായ വായു ഉയർന്നു പോവുകയാണ്, ഭാരമില്ലാതെ ഉയർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? കൺവെക്ഷൻ എന്ന് പറയുന്നത്.
ആയ വായു എന്ത് ചെയ്യും, വളരെ വികസിക്കുകയും അത് വളരെ ഭാരമില്ലാത്ത രീതിയിൽ ഏറ്റവും ഉയരമുള്ള ഭാഗങ്ങളിലേക്ക് അത് ഉയർന്നു പോകുന്ന ഒരവസ്ഥയാണ് ഈ ഒരു കൺവെക്ഷൻ എന്ന് പറയുന്നത്. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണൽ ഹീറ്റ് ട്രാൻസ്ഫർ, അതായത് നേരെയുള്ള രീതിയിൽ, തിരശ്ചീനമായ രീതിയിൽ കാറ്റ് വഴി ചൂട് പരക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അഡ്വെക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? റേഡിയേഷനാണ്. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏകദേശം അല്ലേ, വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനർജി എമിറ്റഡ് ആസ് വേവ്സ്, അതായത് ഭൂമിയിൽ നിന്ന് ദീർഘതരംഗങ്ങളായിട്ട് ചൂട് പുറപ്പെടുന്നു. ഭൂമിയുടെ ഉപരിതലം വളരെ ഹീറ്റായിട്ടിരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യുകയാണ്, അവിടെ നിന്ന് തിരിച്ച് പ്രതിഫലിക്കുകയാണ് ഈ ചൂട്. എന്ത് ചെയ്യുക? തരംഗ രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് പ്രതിഫലിക്കുകയാണ്. അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറുമായിട്ട് നമുക്ക് പിന്നെയും ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ടെറസ്ട്രിയൽ റേഡിയേഷനാണ്. എന്താണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ? ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈസ് എ ഹീറ്റ് എനർജി ദാറ്റ് എർത്ത് റേഡിയേറ്റ്സ് ബാക്ക് ടു അറ്റ്മോസ്ഫിയർ ആഫ്റ്റർ റിസീവിങ് എനർജി ഫ്രം ദ സൺ. ല്ലോ ഇൻസുലേഷൻ മുഖാന്തരം സൂര്യനിൽ നിന്നുള്ള ചൂട് കാരണം ഭൂമി ചൂടാവുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഭൂമി സൂര്യനിൽ നിന്ന് ഈ ചൂട് സ്വീകരിച്ച ശേഷം വീണ്ടും അന്തരീക്ഷത്തിലേക്ക് വികിരണം ചെയ്യുന്നതാണ് എന്ത്? ഈ ഒരു ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? ടെറസ്ട്രിയൽ റേഡിയേഷനെ കുറിച്ച്. അപ്പോൾ ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങളുണ്ടല്ലോ, അവയെ ആഗിരണം ചെയ്യുമ്പോൾ അന്തരീക്ഷം എന്താകും? പെട്ടെന്ന് ചൂടാകും. ആ ഒരു പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഹീറ്റ് ബഡ്ജറ്റ് ഓഫ് എർത്ത് എന്നാണ്. അപ്പോൾ നമ്മൾ നിയമസഭയിലൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം എർത്തിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പം ഭൂമിയിലേക്ക് വരുന്ന ചൂടുണ്ടല്ലോ, ആ ചൂടും ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ചൂടും, അത് രണ്ടും സമതുലിതമാകുന്ന പ്രക്രിയയാണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതുകൊണ്ടാണ് ഭൂമി പൂർണ്ണമായിട്ട് ഒരു സൂര്യനിൽ നിന്നുള്ള ഈ ചൂട് ഭൂമി ബാലൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഭൂമി വളരെ ചൂടോ വളരെ തണുപ്പോ ഒന്നും ആയി മാറാത്തത്. ഈ ഹീറ്റിനെ ബാലൻസ് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിനെയാണ്, ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹീറ്റ് ബഡ്ജറ്റ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? തെർമോമീറ്റർ അല്ലേ? തെർമോമീറ്റർ. ഇവിടെ ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മൾ ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു തെർമോമീറ്ററാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ആകൃതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 തെർമോമീറ്റർ ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ 2 തെർമോമീറ്റർ ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 തെർമോമീറ്ററെ യു ആകൃതിയിലുള്ള ഒരു ഗ്ലാസ് ട്യൂബ് കൊണ്ട് ഘടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസത്തെ ഏറ്റവും പരമാവധി താപനിലയും ഏറ്റവും കുറഞ്ഞ താപനിലയും കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഈ ഒരു തെർമോമീറ്റർ നമ്മെ സഹായിക്കുന്നു. യു ആകൃതിയിലുള്ള ഒരു ഗ്ലാസ് ട്യൂബിലൂടെയാണ് ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്, ഈ 2 തെർമോമീറ്ററിനെയും. ഈ തെർമോമീറ്ററിലുള്ള ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു കോമൺ യൂണിറ്റാണ്. ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്ന കോമൺ യൂണിറ്റാണ്. ഏതൊക്കെയാണ്? ഫാരൻഹീറ്റും സെൽഷ്യസും. സെൽഷ്യസും രേഖപ്പെടുത്തുന്ന സിമ്പിൾസ് നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ CF എന്നുള്ള രൂപത്തിൽ ഉള്ള രീതിയിലാണ് രേഖപ്പെടുത്തുന്നത്. രാജ്യങ്ങളിലും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് സെൽഷ്യസ് ആണ്. പ്രത്യേകിച്ച് കാലാവസ്ഥയൊക്കെ സെൽഷ്യസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചില രാജ്യങ്ങളിൽ താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് ഫാരൻഹീറ്റിലാണ്. പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഫാരൻഹീറ്റാണ് താപനില അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന യൂണിറ്റ്. അപ്പോൾ ഈ ഫാരൻഹീറ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഏതാണ്? F = സെൽഷ്യസ് × 9/5 + 32. അതായത് സെൽഷ്യസിനെ 9/5 കൊണ്ട് ഗുണിച്ച ശേഷം 32 പ്ലസ് ചെയ്യുകയാണ്, ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഫാരൻഹീറ്റ്. സെൽഷ്യസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫാരൻഹീറ്റ് താപനിലയിൽ നിന്ന് 32 കുറച്ച ശേഷം 5/9 കൊണ്ട് കിട്ടുന്നതാണ് സെൽഷ്യസ്. മനസ്സിലായോ? നിങ്ങൾ ഈ ഫോർമുല ഒന്ന് നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട 2 കാര്യങ്ങൾ: ഡൈയൂറനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഇത് രണ്ടുമാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട. അതിൻ്റെ ഫോർമുലാസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇത് പ്രധാനപ്പെട്ടതാണേ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഡൈയൂറനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഫോർമുല എന്താണ്? ഡൈയൂറനൽ റേഞ്ച് = മാക്സിമം മൈനസ് മിനിമം. അതാണ് ഫോർമുല പ്രധാനമായിട്ട് ഓർക്കുന്നത്. അത് ഈസിയാണ്, എളുപ്പമാണല്ലോ ഓർത്തിരിക്കാൻ. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ ഏറ്റവും കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസും ആണെങ്കിൽ അവ തമ്മിലുള്ള ഡിഫറൻസ് ഏതാണ്? 8 ആണ്. അപ്പോൾ 8 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡൈയൂറനൽ റേഞ്ച് എന്ന് പറയുന്നത്. അടുത്തത് ഡെയിലി മീൻ ടെമ്പറേച്ചറാണ്. എന്താണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ഒരു ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്.
ഇതിൻ്റെ ഫോർമുല എന്താണ് മക്കളെ? മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2. മാക്സിമം ടെമ്പറേച്ചറിനെയും മിനിമം ടെമ്പറേച്ചറിനെയും ആഡ് ചെയ്ത ശേഷം അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? അവിടുത്തെ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. 36 ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറും അവിടുത്തെ മാക്സിമം ടെമ്പറേച്ചറും 28 മിനിമം ടെമ്പറേച്ചറുമാണെന്ന് വയ്ക്കുക. അപ്പോൾ 36 പ്ലസ് 28 എന്ന് പറയുന്നത് 36 പ്ലസ് 28 എന്ന് പറയുന്നത് എത്രയാണ്? 64 ആണ്. ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 32. അപ്പോൾ 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. അയ്യോ, ആ സ്ഥലത്തെ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടേംസ് ആണ് ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ഐസോതേംസ് എന്ന് പറയുന്നത് എന്താണ്? മാപ്പൊക്കെ നമ്മൾ വരയ്ക്കത്തില്ലേ? അപ്പോൾ ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് എന്തെന്ന് പറയുന്നത്? ഐസോതേംസ് എന്ന് പറയുന്നത്. 20 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള സ്ഥലങ്ങളെ തമ്മിൽ ചേർത്ത് വരച്ചിരിക്കുന്ന ഐസോതേമിന് പറയുന്ന പേര് 20 ഡിഗ്രി സെൽഷ്യസ് ഐസോതേം എന്നാണ്. 30 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന ആ ഒരു ഐസോതേമിന് പറയുന്ന പേരെന്താണ്? സെൽഷ്യസ് ഐസോതേം. മനസ്സിലായോ? ഈസിയായിട്ട് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. ഐസോ എന്ന് പറഞ്ഞാൽ ഒരേപോലെ, സെയിം എന്നുള്ള അർത്ഥം. തേം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. അപ്പം അത് രണ്ടും കൂടെ കൂട്ടി വായിച്ചാൽ എങ്ങനെയാണ്? അതേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന രേഖകളാണ് ഐസോതേം. മനസ്സിലായോ? അങ്ങനെ ഓർത്ത് വെക്കണേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. ഭൂമിയുടെ വിവിധ പ്രദേശങ്ങളിൽ താപനില എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു, വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് മാപ്പിലൊക്കെ നമുക്ക് ഐസോതേം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ താപനില ഓരോ പ്രദേശത്തിൽ എങ്ങനെ വ്യത്യസ്തമായിരിക്കും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഐസോതേം എന്താണ് മക്കളെ? ഒരേ താപനിലയുള്ള ഭൂമിയിലെ ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, ലാൻഡ് ആൻഡ് സീ, ഓഷ്യൻ കറൻസ്, ഇവയൊക്കെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നമുക്ക് ലാറ്റിറ്റ്യൂഡിൻ്റെ കാര്യം നോക്കിയാൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന സ്ഥലം എവിടെയാണ്? ഇക്വേറ്റർ റീജിയനിലാണ് അല്ലേ? അതായത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. എന്നാൽ പോളുകളിലേക്ക് പോകുമ്പോൾ, ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കൽ ഷേപ്പാണല്ലോ. അപ്പോൾ സൺറൈസ് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു? ഇക്വറ്ററി റീജിയനിലേക്ക് വരുന്നു. അതിനുശേഷം ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സൂര്യരശ്മി ചെരിഞ്ഞാണ് പതിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഈ ഒരു താപനില ഈ ഭാഗങ്ങളിലേക്ക് വരുന്തോറും കുറഞ്ഞു വരുന്നത്. നമുക്കിവിടെ ഡിഫറെൻറ്റ് തരത്തിലുള്ള ടെമ്പറേച്ചർ സോൺസ് നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിൽ ആ ഒരു സൂര്യപ്രകാശം പതിക്കുന്ന ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ടെമ്പറേച്ചർ സോൺസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതാണ്? ഭൂമധ്യരേഖ പ്രദേശത്തുള്ള ആ സോൺ എന്ന് പറയുന്ന പേരെന്ന് പറഞ്ഞാൽ ടോറിഡ് സോണാണ്. ടോറിഡ് സോണിലാണ് ഏറ്റവും കൂടിയ താപനില നിലനിൽക്കുന്നത്. ടോറിഡ് സോൺ വ്യാപിച്ചിരിക്കുന്നത് 0 ഡിഗ്രി ഇക്വേറ്റർ റീജിയൻ തൊട്ട് 23.5 ഡിഗ്രി നോർത്തും 23.5 ഡിഗ്രി സൗത്ത് വരെയുള്ള ആ പാർട്ടിലാണ് താപനില ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ സോണിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ടോറിഡ് സോൺ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ടോറിഡ് സോണിന് തൊട്ടടുത്തായി ഗ്രീൻ നിറത്തിൽ കാണുന്ന ഒരു പാർട്ടാണ് നോർത്ത് ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നത്. ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നത് താപനില വളരെ മോഡറേറ്റ് ആയിട്ട് മിതമായ രീതിയിൽ അനുഭവപ്പെടുന്ന പ്രദേശമാണിത്. അപ്പോൾ ഇതിൻ്റെ അതായത് 23.5 ഡിഗ്രി നോർത്ത് തൊട്ട് 66.5 ഡിഗ്രി നോർത്ത് വരെ വ്യാപിച്ച് കിടക്കുന്ന പ്രദേശമാണ് നോർത്ത് ടെമ്പറേറ്റ് സോൺ എന്നും, അതായത് സൗത്ത് ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നത് 23.5 ഡിഗ്രി സൗത്ത് തൊട്ട് 66.5 ഡിഗ്രി സൗത്ത് വരെ വ്യാപിച്ച് കിടക്കുന്ന പ്രദേശമാണ് സൗത്ത് ടെമ്പറേറ്റ് സോൺ എന്നും പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഇയറിലും ഈ ഒരു മേഖലയിൽ താപനില മിതമായ രീതിയിലാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ടെമ്പറേറ്റ് സോൺ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സോൺ എന്ന് പറയുന്നത് ഫ്രിജിഡ് സോണാണ്. ഫ്രിജിഡ് സോൺ എന്ന് പറയുന്നത് 66.5 ഡിഗ്രി നോർത്ത് തൊട്ട് 90 ഡിഗ്രി നോർത്ത് വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് നോർത്തിലുള്ള ഫ്രിജിഡ് സോൺ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഹെമിസ്ഫിയറിലും ഇതുപോലെ തന്നെ 66.5 ഡിഗ്രി സൗത്ത് തൊട്ട് 90 ഡിഗ്രി സൗത്ത് വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് സൗത്ത് സോൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ 23.5 ഡിഗ്രി നോർത്ത്, 66 ഡിഗ്രി നോർത്ത്, 90 ഡിഗ്രി നോർത്ത്, പിന്നെ 23.5 ഡിഗ്രി സൗത്ത്, 66 ഡിഗ്രി സൗത്ത്, 90 ഡിഗ്രി സൗത്ത് എന്നിങ്ങനെ രീതിയിലുള്ള ലാറ്റിറ്റ്യൂഡിൻ്റെ ബേസിൽ ഈ ഒരു 3 താപനില പ്രദേശങ്ങളെ തിരിച്ചിരിക്കുന്നു. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ആൾട്ടിറ്റ്യൂഡാണ് ഉയരം. അപ്പോൾ ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഹൈ റേഞ്ച്, ഹിമാലയം അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ മഞ്ഞിനാൽ മൂടപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണപ്പെടുന്നത്. മനസ്സിലായോ?
നിങ്ങൾ ഓർത്ത് വെച്ചോണേ. 1 കിലോമീറ്റർ ഉയരം കൂടുമ്പോൾ അതിൻ്റെ താപനില എന്ന് പറയുന്നത് 6.4 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുന്നു. ഇത്തരത്തിൽ ഉയരം കൂടുമ്പോൾ താപനില കുറയുന്ന ആ ഒരു രീതിനെയാണ് നോർമൽ ലാപ്സ് ഓഫ് റേറ്റ് എന്ന് പറയുന്നത്. എന്താണ് നോർമൽ ലാപ്സ് ഓഫ് റേറ്റ്? ഉയരം കൂടുമ്പോൾ അതിൻ്റെ താപനില എത്രയാണ് കുറയുന്നത്? 6.4 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഉയരം കൂടുന്തോറും ഒരു നോർമൽ റേറ്റ് അതിൽ കുറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ നോർമൽ ലാപ്സ് ഓഫ് റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ലാൻഡ് ആൻഡ് സീ ആണ്. ലാൻഡിലും സീയിലും വ്യത്യസ്ത രീതിയിലാണ് അനുഭവപ്പെടുന്നത്. അപ്പം അതാണ് നമ്മൾ ഇനി അടുത്തൊരു ഘടകമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. ഹീറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്? വേഗത്തിൽ ചൂടാകുകയും പകൽ സമയത്ത് വേഗത്തിൽ ചൂടാകുകയും രാത്രി വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. എന്നാൽ നേരെ തിരിച്ചാണ് കടൽ ഭാഗം എന്ന് പറയുന്നത്. പതുക്കെ ചൂടാവുകയും പതുക്കെ തണുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കടലിനുള്ളത്. വേനൽക്കാലങ്ങളിൽ കരഭാഗത്ത് വളരെയേറെ ചൂടും അതുപോലെ തന്നെ വളരെയേറെ തണുപ്പും അനുഭവപ്പെടുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹീറ്റിംഗ് സ്റ്റൈൽ ഇവ തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഡിസ്റ്റൻസ് ഫ്രം ദ സീ എന്ന് പറയുന്നത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് ചേർന്നുള്ള പ്രദേശത്ത് കടൽക്കാറ്റ് കരയുടെ താപനിലയെ വളരെയേറെ സ്വാധീനിക്കുന്നു. നല്ല ചൂടുള്ളൊരു സമയത്ത് നമ്മൾ കടൽ തീരത്ത് പോയിരുന്നാൽ നമുക്ക് തണുത്ത കാറ്റ് ലഭിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും അല്ലേ? രാത്രികാലത്ത് നമ്മൾ കടൽ തീരത്ത് പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നല്ല തണുപ്പുള്ള സമയങ്ങളിൽ പോലും ഒരു വളരെ സുഖമുള്ള രീതിയിലുള്ള സീ ബ്രീസ് നമുക്ക് ലഭിക്കും അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സമീപമുള്ള പ്രദേശങ്ങളിൽ വളരെ മിതമായിട്ടുള്ള കാലാവസ്ഥയും അതുപോലെ സമുദ്രത്തിൽ നിന്ന് വളരെ ദൂരെയുള്ള കരപ്രദേശങ്ങളിൽ പകൽ നല്ല ചൂടും രാത്രി നല്ല തണുപ്പും ആ ഒരു രീതിയിലുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാവുക. തീരപ്രദേശങ്ങളിൽ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും എപ്പോഴും നിലനിൽക്കുന്നത്. മനസ്സിലായോ? അനുബന്ധിച്ച് വരുന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്. നമ്മുടെ കേരളത്തിലെ ഡൈയൂറിനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം എന്താണ്? കേരളം എന്ന് പറയുന്നത് സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ചൂട് വളരെ കൂടുകയുമില്ല, രാത്രി സമയത്ത് തണുപ്പ് തീരെ കുറയുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഡൈയൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ജനറലി ലോ ആണെന്ന് പറയാൻ കാരണം. ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കാരണം ചൂട് വളരെ കൂടുതലാണ്. എന്നാൽ ജനറലി നമ്മൾ പറയുവാണെങ്കിൽ കേരളത്തിൽ ഡൈയൂറിനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓഷ്യൻ കറൻസ് ആണ് അടുത്തൊരു ഘടകം. അപ്പോൾ സമുദ്രത്തിൽ വാം ഓഷ്യൻ കറൻസും ഉണ്ട്, കോൾഡ് ഓഷ്യൻ കറൻസും ഉണ്ട്. അപ്പോൾ വാം ഓഷ്യൻ കറൻസ് എന്ന് പറയുന്നത് ചൂടുള്ള ഓഷ്യൻ കറൻസ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത് താപനില കൂട്ടുകയും അതുപോലെ തന്നെ കോൾഡ് ഓഷ്യൻ കറൻസ് എന്ന് പറയുന്നത് താപനില കുറയ്ക്കുകയും ചെയ്യും. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് കറൻറ്റ് അത് വാം കറൻറ്റാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യാന്ന് വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വളരെ മായിട്ടുള്ള തണുപ്പിനൊക്കെ വളരെ ആശ്വാസം കൊടുക്കുന്ന രീതിയിൽ റിലീഫ് കൊടുക്കുന്ന രീതിയിലുള്ള ജലപ്രവാഹമാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്തെ മുഴുവൻ അതിന് ഒന്ന് വാമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓഷ്യൻ കറൻസിന് കഴിയും. ഈ സെയിം ലാറ്റിറ്റ്യൂഡിലുള്ള നോർത്ത് ഈസ്റ്റേൺ കാനഡയിലൊക്കെ ലാബ്രഡോർ കോൾഡ് കറൻറ്റ് മൂലം വളരെ ശക്തമായിട്ടുള്ള കോൾഡ് ചില മാസങ്ങൾ അനുഭവപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻഡ്സ് എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? വസ്തുക്കളെ പോലെ തന്നെ വായുവിനും എന്തുണ്ട്? ഭാരമുണ്ട്. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വായുമണ്ഡലത്തിലെ വായു ചെലുത്തുന്ന ആ ഒരു ഭാരമാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഭൂമിയുടെ ഉപരിതലത്തിൽ പല ഭാഗത്തും വായു എന്ത് ചെയ്യുന്നു? തൻ്റെ മർദ്ദം ചെലുത്തുന്നു, പ്രഷർ ചെലുത്തുന്നു. ഈ മർദ്ദത്തിലുണ്ടാകുന്ന ഈ പ്രഷറിലുണ്ടാകുന്ന വ്യത്യാസമാണ് കാറ്റുണ്ടാകാൻ കാരണമാവുന്നത്. നമ്മളിനി ചിന്തിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? 3 ഘടകങ്ങളുണ്ട്. ഒന്ന് ടെമ്പറേച്ചർ, ആൾട്ടിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി. അപ്പോൾ ഈ ടെമ്പറേച്ചർ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ, താപനില കൂടുമ്പോൾ വായു എന്ത് ചെയ്യും? വളരെ വികസിക്കും അല്ലേ? എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ വായുവിൻ്റെ ഭാരം കുറയും, വായു എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരുകയും ചെയ്യും, ലഘുവാകുവാണ് അവിടെ. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് വളരെ കുറയുകയും ചെയ്യും. അപ്പോൾ താപനില കൂടുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. എന്താ ചെയ്യും? പ്രഷർ കുറയും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. താപനില കുറയുകയാണെങ്കിലോ, ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? വായുവിന് കട്ടി കൂടുകയും വളരെ ഭാരം കൂടുകയും ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യാം? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടും. മനസ്സിലായോ? അടുത്തത് ആൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ ഉയരം കൂടുമ്പോൾ വായുവിൻ്റെ എന്ത് ചെയ്യും? കുറഞ്ഞു വരും അല്ലേ? അതാണ് ഈ വലിയ പർവ്വതാരോഹകരൊക്കെ പോകുമ്പോൾ അവരുടെ മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് വരുന്നത് ഒരനുഭവം ഉണ്ടാകാറുണ്ട്. അപ്പോൾ മുകളിലേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നു? വായുവിൻ്റെ അളവ് കുറയുന്നു, അതിനനുസരിച്ച് എന്ത് ചെയ്യും? പ്രഷറും കുറയും. മനസ്സിലായോ? വായുവിൽ ഹ്യൂമിഡിറ്റി കൂടിയാൽ എന്ത് ചെയ്യും?
ഗ്യാസസ് ആയിട്ടുള്ള നൈട്രജനെയും ഓക്സിജനെയും ഒക്കെ ഈ വാട്ടർ മോളിക്യൂൾസൊക്കെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇതിന് പ്രഷർ കുറയും. മനസ്സിലായോ? അപ്പോൾ ഹ്യൂമിഡ് എയർ എന്ന് പറയുന്നത് ഡ്രൈ എയറിനേക്കാൾ ലൈറ്ററാണ്. ഇതേപോലെയുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള സ്ഥലങ്ങളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോബാർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ബാരോമീറ്റർ. ഓക്കെ, അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബാരോമീറ്റേഴ്സ് ഉണ്ട്. മെർക്കുറി ബാരോമീറ്ററും അനറോയിഡ് ബാരോമീറ്ററും. കേട്ടോ? ബാരോമീറ്ററിൽ ആവറേജ് പ്രഷർ, എർത്തിൻ്റെ സർഫേസിൽ അനുഭവപ്പെടുന്ന ആവറേജ് പ്രഷർ എന്ന് പറയുന്നത് എത്രയായിട്ടാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്? 76 സെൻറ്റിമീറ്റർ ആണ്. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്? മില്ലി ബാറും MB എന്ന് പറയും അല്ലേ, ഹെക്ടോ പാസ്കലും HPA. കേട്ടോ? അതാണ് അതിൻ്റെ ഷോർട്ട് ഫോംസ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റാണ്. അത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇതിലെ പ്രത്യേക ലാറ്റിറ്റ്യൂഡിനൽ സോൺസിൽ പ്രത്യേകമായിട്ടുള്ള ഡിഫറൻറ്റ് തരത്തിലുള്ള പ്രഷർ ബെൽറ്റുകൾ രൂപപ്പെടാറുണ്ട്. അപ്പോൾ അതിനെ എന്തെന്നാണ് വിളിക്കുന്നത്? ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഓക്കെ. ഭൂമിയുടെ താപനിലയും ഭൂമിയുടെ ഭ്രമണവും പല രീതിയിലുള്ള മർദ്ദവ്യത്യാസം ഭൂമിയുടെ പല ഭാഗങ്ങളിൽ അനുഭവപ്പെടാൻ കാരണമാകുന്നു. നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ പല രീതിയിലുള്ള പ്രഷർ ബെൽറ്റ് ഏരിയകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഏരിയ, പിന്നെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഏരിയ, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഏരിയ, അതുപോലെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ഏരിയ. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയകളായിട്ടാണ് നമ്മൾ പ്രഷർ ബെൽറ്റ് ഏരിയകളെ തിരിച്ചിരിക്കുന്നത്. പ്രദേശത്താണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള താപനിലയായിരിക്കും, വളരെ കൂടിയ താപനിലയായിരിക്കും. അതുകൊണ്ട് തന്നെ വായു എന്ത് ചെയ്യും? വളരെ ചൂടായിട്ട് മുകളിലേക്ക് ഉയർന്നു പോവുകയും അവിടെ മർദ്ദം വളരെ കുറവാകുകയും ചെയ്യും. ഈ ഏരിയയിൽ ശക്തമായിട്ടുള്ള മഴയും അതുപോലെ തന്നെ വളരെ മേഘാവൃതമായിട്ടുള്ള ഒരു അന്തരീക്ഷവും ഒക്കെ കാണപ്പെടുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഏരിയ ഡോൾഡ്രം ഏരിയ എന്ന് കൂടി അറിയപ്പെടുന്നു. രേഖാ പ്രദേശമായതുകൊണ്ട് ഇത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ ഏരിയ ആയിരിക്കും അല്ലേ. അടുത്ത പ്രഷർ ബെൽറ്റ് ഏരിയ എന്ന് പറയുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ കാണപ്പെടുന്നത് ഈ ഇക്വറ്റോറിയൽ ഏരിയയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ വായു, അതായത് ഭാരമില്ലാതെ ഉയർന്നു പൊങ്ങിയ വായു ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ തണുത്ത് ഭാരമുള്ളതാകുകയും താഴേക്ക് വരികയും ചെയ്യും. ഈ ഭാഗത്ത് വായുവിന് വളരെ മർദ്ദം കൂടുകയും വെയിലും വരണ്ട കാലാവസ്ഥയും ഈ ഭാഗത്ത് അനുഭവപ്പെടുകയും ചെയ്യും. അറേബ്യൻ തുടങ്ങിയ മരുഭൂമികളെല്ലാം ഈ ഭാഗത്താണ് കാണപ്പെടുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത ഏരിയ എന്ന് പറയുന്നത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഏരിയ ആണ്. പ്രധാനമായിട്ടും ഈ ഏരിയയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ ഏരിയയിലാണ് ഈ ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഏരിയ കാണപ്പെടുന്നത്. ഓർത്തോണേ, 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്തുമായിട്ടാണ് ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയ കാണപ്പെടുന്നത്. ഇനി അടുത്തത് സബ് പോളാർ ലോ പ്രഷർ ഏരിയയാണ്. ഭൂമിയുടെ ഭ്രമണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ചൂടുള്ള വായുവും തണുത്ത വായുവും തമ്മിൽ കൂടിച്ചേരുകയും ചൂടുള്ള വായു ഈ ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ഫലമായിട്ട് മുകളിലേക്ക് ചുഴറ്റി എറിയപ്പെടുകയും ഈ ഭാഗത്ത് കുറഞ്ഞ മർദ്ദം അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കാറ്റും ചുഴലിക്കാറ്റും ഒക്കെ വളരെ ശക്തമായിട്ട് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് പ്രഷർ ബെൽറ്റ് ഏരിയ നമുക്ക് നോക്കാം. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ഏരിയ, അതായത് 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തുമാണ് ഇത് കാണപ്പെടുന്നത്. 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തും ഇങ്ങനെ പോളാർ റീജിയനിലാണ് ഈ ഒരു പ്രഷർ ബെൽറ്റ് കാണപ്പെടുന്നത്. ഇവിടെ വളരെ തണുപ്പ് കൂടുതലായതുകൊണ്ട് താപനില കുറവായിരിക്കുമല്ലോ. തണുപ്പ് കൂടുതലായതുകൊണ്ട് വായുവിന് ഭാരം കൂടുകയും ഇവിടെ പ്രഷർ കൂടുതലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു ഏരിയയാണിത്. മനസ്സിലായോ? ഈ പ്രഷർ വേരിയേഷൻ അനുസരിച്ചിട്ടാണ് ഈ വിൻഡ് കാറ്റുകൾ രൂപം കൊള്ളുന്നത് അല്ലേ. അപ്പോൾ രണ്ട് തരത്തിലുള്ള എയർ മൂവ്മെൻറ്റുകൾ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവാറുണ്ട്. അത് ഒന്ന് എയർ കറൻസും വിൻഡുമാണ്, രണ്ടാമത്തെ വിൻഡുമാണ്. അപ്പോൾ എയർ കറൻസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഓഫ് എയറിനെയാണ് എയർ കറൻസ് എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു എയറിൻ്റെ മൂവ്മെൻറ്റിനെ വിൻഡ് കാറ്റ് എന്ന് പറയുന്നു. മനസ്സിലായോ? ാണ് ലംബമായിട്ടുള്ളത് അല്ലേ. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോഴോ അതായത് തിരശ്ചീന തലത്തിലുള്ള ചലനം. നമ്മൾ പഠിച്ചതിൽ വെച്ച് വിൻഡിൻ്റെ ആ ഒരു ചലനത്തെ ഏറ്റവും കൂടുതൽ ദിശയെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് കോറിയോളിസിസ് എഫക്റ്റാണ്. കോറിയോളിസിസ് ഫോഴ്സ് എന്ന് പറയും അല്ലേ. എന്താണ് നമുക്ക് നോക്കാം. സൈക്കിളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നേരെ ഒരു ബലം ഇങ്ങോട്ട് അല്ലേ, കാറ്റ് ഇങ്ങോട്ട് ശക്തമായിട്ട് നിങ്ങൾക്ക് പ്രഷർ ചെയ്യുന്ന പോലെ തോന്നും എന്ന് പറഞ്ഞതുപോലെയാണ് ഭൂമി ശക്തമായിട്ട് എന്ത് ചെയ്യുകയാണ്, ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, അതിന് ഓപ്പോസിറ്റായിട്ടൊരു ബലം ഫോഴ്സ് രൂപപ്പെടുന്നു, പ്രഷർ രൂപപ്പെടുന്നു. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇത് റൈറ്റിലേക്കും സതേൺ ഹെമിസ്ഫിയറിൽ ഇത് ലെഫ്റ്റിലേക്കുമായിരിക്കും ഈ ബലം
നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിൽ ഇത് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇത് ഇടതുവശത്തേക്കുമായിരിക്കും ഈ ബലം അനുഭവപ്പെടുന്നത്. മധ്യരേഖ പ്രദേശത്താണെങ്കിൽ ഈ ഒരു ബലം കുറവാണ്. മനസ്സിലായോ? സമയം ധ്രുവങ്ങളിലേക്ക് പോകും തോറും എന്ത് ചെയ്യുക, ഈ കൊറിയോലിസിസ് ബലം കൂടി വരും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് കൊറിയോലിസിസ് ബലം അല്ലെങ്കിൽ കൊറിയോലിസിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ട്രിക്ക് പറഞ്ഞുതരാം. NR ഓർത്ത് വെക്കുക. NR എന്ന് പറഞ്ഞാൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇത് റൈറ്റിലേക്കും സദേൺ ഹെമിസ്ഫിയറിൽ ഇത് ലെഫ്റ്റിലേക്കുമാണ് SL. ഓക്കെ, ക്ലാസ്സിൽ ഞാൻ വിൻസിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിൻസ് എന്നുള്ളൊരു പാർട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.